നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്രാക്ടിക്കൽസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുടെ പ്രാക്ടിക്കൽസ് നടന്നു. ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികളുടെ പ്രാക്ടിക്കൽസ് നടക്കാനുണ്ട്. പക്ഷെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ്, പ്രാക്ടിക്കലിന് ജയിക്കാൻ എത്ര മാർക്കാണ് മാഷെ? എത്ര മാർക്ക് വേണം പ്രാക്ടിക്കലിന് ജയിക്കാൻ? 18 മാർക്കാണോ? അതോ പ്രാക്ടിക്കലിന് മാർക്ക് വേണ്ട വിചാരിക്കാൻ? പ്രാക്ടിക്കലിന് തോക്കുന്ന പല രീതിയിലുണ്ട്. അത് ആദ്യം പറയാം. നിങ്ങൾ പരീക്ഷയ്ക്ക് പോയില്ലെങ്കിൽ, ഓട്ടോമാറ്റിക്കായിട്ട് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആബ്സെൻ്റ് ആണ്, ഫെയിലാണ്. അടുത്ത വട്ടം നിങ്ങൾ പ്രാക്ടിക്കൽ എഴുതണം. നിങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ കൂടെ പ്രാക്ടിക്കൽ ചെയ്യണം. പക്ഷേ പ്രാക്ടിക്കലിനൊരു മിനിമം മാർക്കുണ്ട്. ആ മിനിമം മാർക്ക് എന്ന് പറയുന്നത് 12 മാർക്കാണ്. അറിഞ്ഞിരിക്കുക, 12 മാർക്കാണ് ജയിക്കാൻ. ഒരു 99.99% അല്ലെങ്കിൽ 9% പേരെയും പ്രാക്ടിക്കൽ 2 പ്രാക്ടിക്കൽ ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാതൊക്കെ പ്രാക്ടിക്കലിൻ്റെ ഹോളിലൊക്കെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താലും അദ്ദേഹം തോൽപ്പിക്കാൻ വളരെ ചാൻസ് കുറവാണ്. ചാൻസ് കുറവുള്ളത് ഒന്നും ചെയ്തില്ല, നിങ്ങൾ വല്ല ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഒന്നും ചെയ്യുന്നുമില്ലെങ്കിൽ ചിലപ്പം ചാൻസ് ഉണ്ട്, ഹൈ പ്രോബബിലിറ്റിയാണ്. അന്നേരം ചാൻസ് പോയിൻ്റെ ഒരു 1% ചാൻസ് ഉള്ളൂ തോക്കുന്ന എന്നുകൊണ്ട് ആരും ഉഴപ്പി പഠിക്കാനല്ല. പക്ഷേ നിങ്ങൾ ഓർത്തിരിക്കുക, പ്രാക്ടിക്കൽ ജയിക്കാൻ വേണ്ട മിനിമം മാർക്ക് 12 മാർക്കാണ്. മറക്കരുത്. അന്നേരം ഇനി പ്രാക്ടിക്കൽ ചെയ്യാൻ പോകുന്നവർക്കും ചെയ്തവർക്കും എല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ, ചിലവർക്ക് ഒരു 90% ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം, എന്നാലും അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് ഇങ്ങനെയുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാം. വീഡിയോസ് എല്ലാം കണ്ടുപിടിക്കുക, പ്രാക്ടിക്കൽ ചെയ്യാനുള്ളവർ കണ്ടുപിടിക്കുക. കണ്ടുപഠിച്ചിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ ഇടുക, എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽസും. നെവർ എവർ ഗിവ് അപ്പ്.